എന്ത് തെറിട്ടാലും പൊന്നു മക്കളാ, ഇവിടെ ഒരു വിഷയമില്ല. പാൽക്കുപ്പിയാക്കൊക്കെ ഇതാ ഉണ്ട തരാം, ഉണ്ട നല്ല ഗോതമ്പുണ്ട, നല്ല ഗോതമ്പുണ്ട തരാം പാൽക്കുപ്പിയാൾക്കൊക്കെ കേട്ടോ. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ ഇന്നടെ ചെന്നപ്പോ ഓരോരുത്തരും ഇങ്ങനെ ജനലിന്റെ ഉള്ളിൽ കൂടിയും കട്ടിന്റെ ഉള്ളിൽ കൂടിയും നോക്കുക. ഷാജാൻ വന്നിക്കൂടും, പോത്ത് വന്നിക്കൂടും, ഷാജാൻ വന്നിക്കൂടും, പോത്ത് വന്നിക്കൂടും. എവിടെയാടാ നിങ്ങള്? നിങ്ങള് എവിടെയാണപ്പോ? എല്ലാരും മണ്ടി തടിയെടുക്കുക. ആ പേരന്റെ ഉള്ളിൽ കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക, അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പാണ്ടിക്കാട് കുഞ്ഞാ ഇതിനെന്തിനാ, പാണ്ടിക്കാട് കുഞ്ഞാ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇതിൽ പറയണ്ട്. അത് നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഇന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും, ഓനെ പറഞ്ഞ ഓനിറങ്ങും. പിന്നെ ഇന്നെ പറഞ്ഞത് എന്തിനാന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓന്റെ വാപ്പാക്ക് പറഞ്ഞോണ്ട് അതല്ല, ഓനെ കൊണ്ടൊരു ഫെയിമൊന്നും എനിക്ക് വേണ്ട. ഞാൻ അത്യാവശ്യം പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇൻസ്റ്റയിൽ അത്യാവശ്യം ഒരു ലെവലിൽ പോണ ആളാണ് ഞാൻ. വലിയ ഹൈപ്പുള്ള ആളൊന്നല്ല, ഇച്ചങ്ങനത്തെ ഒരു ഹൈപ്പ് മാണ്ടേനും. പിന്നെ ഓനെ കൊണ്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കിക്കാണ്ട് വരാനുള്ള ആവശ്യമൊന്നും എനിക്കില്ല മക്കളെ. അതിനകത്ത് ഞാൻ എന്നെ ചട്ടിപ്പറമ്പെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 10 റുപ്യ വകയുള്ള ആളാണോ? ഇൻസ്റ്റേ കൂടെ അപ്പന്റെ മാര് 10 റുപ്യ 5 റുപ്യ, ഉമ്മ ഒരു 5 റുപ്യ തരുമോ, തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ, ഉമ്മ ഒരു 5 റുപ്യ തരുമോ, തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ ഇറങ്ങാണ്ട് 5 റുപ്യ ഇട്ടിട്ട് ഇങ്ങനെ ഇടേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ വാപ്പ എനിക്കുള്ള ഉണ്ടാക്കിയിട്ട് തന്നെടാ പയിക്കണത്. എന്റെ വാപ്പ എനിക്കിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ പയിക്കണത്. അല്ല ഓന്റെ ഒരു 5 റുപ്യയും 10 റുപ്യ ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഉമ്മ തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ, അമ്മ തൊപ്പിക്ക് ഒരു BMW വാങ്ങണേലമ്മ, ഓനെ ഇട്ടുകൊടുക്കട്ടെ എന്ന് കാണും. ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അയച്ചു മനസ്സിലാക്കിക്കോ തൊപ്പിയെ. ജിന്നേ 10 റുപ്യ കണ്ടിട്ടുണ്ടാവുള്ളൂ. മനസ്സിലായോ? ജിന്നേ 10 റുപ്യ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ 10 റുപ്യയും കാര്യങ്ങളെ കണ്ടിട്ട് തന്നെ എന്നെ അവിടെ നിൽക്കണേ. ഇന്നിപ്പോ എന്നെ പേടിച്ചിട്ട് ഒരു പട്ടിണി കൊണ്ട് വെച്ചിക്കാണ്. നാടണ്ടടാ ചൈനിയ, എനിക്ക് നാടണ്ട. എന്നെ പേടിച്ചിട്ട് ഒരു പട്ടിനെ കൊണ്ട് വെച്ചേക്ക, നാടണ്ടടാ. ആ റാമ്പൊക്കെ ജിമ്മിന് പോയിട്ടുണ്ടെങ്കിൽ ഓന്റെ തടിയൊക്കെ കണ്ടില്ല, എന്റെ തടിന്റെ മാരിയാ. പള്ളിയും കൊണ്ടൊക്കെ ആകെ കണ്ടിച്ച് പറഞ്ഞാൽ തോറിന്റെ വലിപ്പമില്ലാത്ത ആളാ ഞാന്. എനിക്ക് എന്റെ നീളം വലിപ്പം കാണണമെങ്കിൽ കണ്ടോ, എന്റെ നീളം വലിപ്പം കാണണമെങ്കിലേ ശങ്കറപ്പോട് കൂടിയിട്ട് എന്നെ നേരിടും ഞാന്. മനസ്സിലായോ? എനിക്ക് എന്റെ നീളം വലിപ്പം കാണണമെങ്കിൽ കണ്ടോ. ആ ജാതി വെല്ലുവിളി ജിന്നെ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട മോനെ. ജീവനെ പേടിയുള്ളവനെ ആ പേടി ഉണ്ടാവുള്ളൂ. ആ പേടി എനിക്കില്ല. അത് മനസ്സിലാക്കിക്കോ. ജീവനെ പേടി എന്ന് പറഞ്ഞ സംഭവം നമുക്കില്ല. മനസ്സിലായ? എനിക്ക് മലപ്പുറത്തെ അല്ലാതെ എനിക്ക് ഇങ്ങനെ പറഞ്ഞാല് നാളെ ഇപ്പൊ ഉദ്ഘാടനത്തിന് ഇങ്ങനെ നടക്കേണ്ടടുത്ത് നടക്കല്ലേ ഞാന്. ഞാൻ ഇവിടെ ഒരു പണിയില്ലാതെ നടക്കുക. ഇങ്ങനെ നടക്കേണ്ടടുത്ത് ഇങ്ങനെ നടക്കാറ് ജാരടാ ഇങ്ങനെ നടക്കേണ്ടടുത്ത് ഞാൻ ഇങ്ങനെ നടക്കാൻ. തൊപ്പിയട വന്നോ? ഞാൻ അങ്ങോട്ട് വരുന്നാല് നമുക്കൊന്ന് ഓനെ പൂട്ടണം. ചിക്കൻ എന്റെ പിന്നാലെ എടുക്കല്ലേ പണി. കിട്ടും ഒരു നാൾ എന്നെ എന്റെ കൈ കിട്ടും. ഒരു നാൾ അന്ന് ഞാൻ എന്നെ വിടൂല. ഒരു നാള് അന്ന എന്റെ കയ്യെ കിട്ടുന്ന സമയത്ത് അന്ന് ഞാൻ എന്നെ വിടൂല. അയച്ചു മനസ്സിലാക്കിക്കോ. മനസ്സിലായോ? എന്റെ പിന്നാലെ നടക്കുന്ന പണിയല്ല എന്റെ പണി. പേടിച്ച് വാതിലടച്ച് ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കിയോലല്ലടാ നിങ്ങൾ പേടിച്ച് ആ ജാതി ബേജാറൊന്നും ഇവിടല്ല. ആ ജാതി ബേജാറൊന്നും ഇവിടല്ല. മരിച്ചാലാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞമ്മക്ക്. മനസ്സിലായോ? പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻസ്റ്റയില് ഞാൻ അങ്ങനെ തെറി വിളിക്കാത്ത ആളാണ്. അത് നിങ്ങള് ഓക്കെയാണ്. നമ്മളങ്ങനെ തെറിയൊന്നും നമ്മൾ വിളിക്കലില്ല. അതിനിങ്ങോട്ട് നമ്മൾ സോറി ചോദിക്കണം. നിങ്ങൾക്ക് ഹേർട്ട് ആയിക്കോട്ടെ. നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമ ചോദിക്കും. പക്ഷെ ഈ പട്ടിനെ കണ്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ വീട്ടിൽ പോയി കടന്നിറങ്ങൂല. ആ കടന്നിറങ്ങിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുമില്ല. അത് ആരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ഇവന്റെ ഉദ്ഘാടനം ഇവന്റെ ഇതിങ്ങനെ നോക്കി നടക്കലല്ല എന്റെ പണി. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ പോണോടത്തൊക്കെ ഇങ്ങനെ പോയിട്ട് തൊപ്പിണ്ടോ ഉദ്ഘാടനത്തിൽ നിൽക്കണോ, അവനിപ്പോ ബോഡി ഗാർഡ് ഉണ്ടോ, റാമ്പ് ഉണ്ടെങ്കിലേ പേടിയാ, വരാൻ പേടിയാണേ. റാമ്പ് ഉണ്ടെങ്കിലേ ആകെ പേടിയാണ്. മുട്ടുകാല് കണ്ടെങ്കില് വിറക്കാണ്. കണ്ടങ്ങള് കാലിങ്ങനെ വിറക്കാണ്. റാമ്പുണ്ട് വെച്ചിട്ടേ കാലിങ്ങനെ വിറക്കാണ്. റാമ്പ് വരിച്ചിട്ടേ കാല് വിറക്കുക. മനസ്സിലായോ? റാമ്പ് ഉണ്ടാവിച്ചിട്ട് കാലിന്റെ ഇങ്ങനെ വിറക്കാണ്. ആർക്കിട്ടാണ് ആ ചങ്ങായിമാരെ നിങ്ങൾ ഊതണത്? ആ ജാതി ഡയലോഗൊന്നും നിങ്ങൾ അടിക്കണ്ട. നിങ്ങൾ എന്തെന്നെ അടിച്ചോളിടോ, അതൊന്നും പ്രശ്നമുള്ള കേസല്ല. നിങ്ങൾ എന്ത് തന്നെ അടിച്ചോളി, എന്ത് തന്നെ ചെയ്തോളൂ, അതൊന്നും ഇവിടെ വിഷയേ അല്ല. ഈ ഐഡി പോയാൽ വേറെ ഐഡിയിൽ വരും. ഈ ഐഡി പോയാല് വേറെ ഐഡി വരും.
1 മില്യന്റെ ഐഡിയ കടാ 6 മാസം കൊണ്ട് ഷാജാൻ ആക്കോടാ. 6 മാസം മതി എനിക്ക് 1 മില്യൺ അടിക്കാൻ. 6 മാസം. മനസ്സിലായോ? അതിലൊന്നും ഇവിടെ വേജാറും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഓനെങ്ങനെ നമ്മളെ മറ്റേ ബെല്ല് വിളിച്ച് കാണ്ട് എന്ത് വെല്ലുവിളി ആണെങ്കിലും പൊന്നു തൊപ്പിയ. ഈ 4ാം ക്ലാസ് പഠിച്ച ചെക്കന്മാരാണ് എന്റെ അടുത്തുള്ളത്. ഈ 4ാം ക്ലാസ് പഠിച്ച ചെക്കന്മാരെ പേടിച്ച് കാണ്ട് ചിന്നെ പേടിപ്പിച്ചണ്ട. എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ല ലൈഫ്. മനസ്സിലായോ? എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ല ലൈഫ്. അത് മനസ്സിലാക്കിക്കോ കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം അല്ല ലൈഫ്. ഇനിയിപ്പോ എന്ത് തന്നെ വന്നോട്ടെ, എങ്ങനെ തന്നെ വന്നോട്ടെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒറ്റ ചോദ്യം ഈ ലൈവിനോട് ഞാൻ, നിങ്ങളെ വാപ്പാക്ക് വിളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പ്രതികരിക്കുമല്ലേ? ഇന്നലെ ഇപ്പൊ റാംബോ പറഞ്ഞു അന്റെ തന്തന്റെ തന്താന്ന് ഇല്ലേ? ആ തന്തന്റെ തന്താന്ന് പറയുമ്പോ നിങ്ങളാണെങ്കിൽ പ്രതികരിക്കുമല്ലേ? ഞാൻ പ്രതികരിക്കും മക്കളെ. ഞാൻ മരിക്കണത് വരെ ഞാൻ പോരാടും. മരിക്കണത് വരെ. മനസ്സിലായോ? മരിക്കണത് വരെ ഞാൻ പോരാടും. അതിലൊരു സംശയവും വേണ്ട. മരിക്കണത് വരെ ഞാൻ പോരാടും. എടാ തൊപ്പിനെ കോള് വിളിക്കുന്ന തൊപ്പി വിളിക്കണ്ടേ? ഓങ്ങോട്ട് വിളിക്കണ്ട ചങ്ങായിമാരെ. ഓങ്ങോട്ട് വിളിക്കാതെ ഞാൻ ഏതിക്കാ വിളിച്ചേണ്ടത്? ഓനെ വിളിക്കാനൊന്നും കഴിയൂല. മനസ്സിലായ ഞങ്ങൾക്ക്? ഓങ്ങോട്ട് വിളിക്കാന്നുണ്ട്. എവിടെ വിളിക്കണു? ഓൻ വിളിക്കൂല. ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് ആളാവാനും പറയാനും ചങ്ങായിമാരെ എങ്ങൾക്കും കഴിച്ചു. എല്ലാവർക്കും കഴിയും. നിങ്ങൾ പറയും ഓന്റെ ലൈവ് പോയിട്ട് വരാൻ പറയും, വിളിക്കാൻ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും ഓനോട് ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും. എല്ലാവർക്കും ലൈവൊക്കെ വരാൻ കഴിയടാ. എല്ലാവർക്കും വരാനും എല്ലാവർക്കും സംസാരിക്കാനും എന്തിനും പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആരും തെറി പറയാനോ നിങ്ങൾ ആരും ഇതാക്കാനോ ഒന്നുമല്ല. ഞാൻ ഒരാളും തെറി വിളിക്കാനോ നിങ്ങൾ ആരും തെറി വിളിക്കാനോ ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എനിക്ക് വിളിക്കാൻ പറ്റൂല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓന്റെ വീഡിയോ കോളോ കോൾ ഓപ്ഷനോ എന്റെ ഇൻസ്റ്റയിൽ വരുന്നില്ല. അത് ഒന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ ഓൻ്റെ വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഓൺ ആക്കിട്ടു. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പൊ ആ ജാതി ബേജാറും ആ ജാതി കളിയൊന്നുമില്ല. നിങ്ങൾ തെറി പറയേണ്ടവരൊക്കെ പറഞ്ഞോളൂ. അതൊന്നും ഇവിടെ വിഷയമല്ല. ആ തെറി മൈൻഡ് അപ്പുറം കേട്ടിട്ടാണ് ഇന്ന് ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ അതിലൊന്നും നമ്മൾ വിലപ്പോകൂല മക്കളെ. അതിലൊന്നും വിലപ്പോകൂല. എനിക്ക് പറയാനുള്ള ഒറ്റ വർത്താനുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ തൊപ്പിന്റെ വീട്ടിൽ വന്നപ്പോ റാമ്പ് ഉണ്ടായിരുന്നു. എല്ലാ ടീമോടെ ഉണ്ടായിരുന്നു. പട്ടിയെ പോലെ പെരന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നോന്ന് എന്തിനാണ് ഞാൻ ഇവിടെ വന്നു? ഞാനേ ജിമ്മിന് പോയതേനും എന്റെ തടിയൊക്കെ ഒന്ന് ഉസാറാക്കാൻ വേണ്ടിട്ട് ജിമ്മിന് മനസ്സിലായിക്കോ നിങ്ങള്? ജിമ്മിന് പോയതേന് ഞാന്. ഒരു മിനിറ്റ് മക്കളെ, ജിമ്മിന് പോയതേന് ഞാന് നമ്മള് കൂട്ടുകാരൻ വിളിച്ചിട്ട് ഇങ്ങനെ ആടിയാ മതി. ചെങ്ങായിട്ട് ഐഡിയ തന്നെ മനസ്സിലാവണില്ല. ഒരു മിനിറ്റ്. കൊറണ്ടമാനം റിക്വസ്റ്റ് വന്നോക്കണോ? കണ്ടമാനം സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടമാനം റിക്വസ്റ്റ് വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞാ പൊന്നു തൊപ്പിയെ എനിക്കിട്ടു തരും. ഒരു മിനിറ്റ്. ഏതാണ് ഓന്റെ ഐഡിയ തന്നെ കാണുന്നില്ല. ഒന്ന് ആലോചിച്ചോക്കാണ് മക്കളെ. ജിമ്മിന് പോണ ഒരാളെ തടിയാണല്ലോ അത് അല്ലേ? ജിമ്മിന് പോണ ഒരാളെ തടിയാണല്ലോ അത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചാ കാണി. ജിമ്മിന് പോയി ഓന് മറ്റോടത്ത് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആർക്കിട്ടായി ഊതണത്? എന്ത് പ്രശ്നമായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ലൈവിൽ എന്നിന്റെ സംസാരം നിർത്തണോ അതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനും ലൈവിൽ വരും. തൊപ്പിന്റെ ലൈവിന്റെ സൗണ്ട് പോയാ ഒക്കെ പോവും. ആൺകുട്ടികളോട് കളിച്ചൊക്കെ പോവും. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. മനസ്സിലായോ? എന്റെ ജീവിതം ഇതുമലല്ല. എനിക്ക് ഒരുപാട് ബിസിനസ് ഉള്ള ആളാണ് ഞാന്. അല്ലാതെ ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കണ്ട് 15, 20, 50 റുപ്യക്കും മറ്റേ ഉദ്ഘാടനത്തിനും മറ്റിനും അതേപോലെ തന്നെ ഈ ഒരു ഇത് കിട്ടണോണ്ടൊന്നും ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇന്ന് ഈ ഐഡിയ പോയാൽ എനിക്കൊരു കോപ്പുമില്ല. ആ ബേജാറേ ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു ബേജാർ ഇവിടെ ഇല്ല. മനസ്സിലായോ? എനിക്ക് ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ളൂ. നിങ്ങളെ വാപ്പാക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കോ ഇല്ലേ? ഒരു എക്സാമ്പിൾ അങ്ങോട്ട് ചോദിക്കാം. ഓന്റെ ഈ മെഹറിന്റെയും വർത്താനം വരാനുള്ള കാരണം എന്താ? ഞാൻ മാത്രല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്.
ഞാൻ മാത്രല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ ഒരുപാട് ആൾക്കാർ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ. ഈ പ്രശ്നം തുടങ്ങുന്നത് എങ്ങനെയാ നിങ്ങള്? മെഹറും ഓനും കൂടിയും ഒരു ഇതിന്റെ ഇടയിൽ ഒരു പ്രപ്പോസലും കാര്യങ്ങളും ഓൻ ചെയ്തു, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പ്രപ്പോസൽ ചെയ്തു. അതിലിപ്പോ നമ്മൾ ചോദിച്ചോണ്ട് എന്ത് തെറ്റാ ഉള്ളത്? ഈ കേരള ജനത മുഴുവൻ ചോദിക്കാൻ ആഗ്രഹിക്കണല്ലേ ഞാൻ ചോദിക്കണത്. എന്ത് തെറ്റാണുള്ളത്? ഒരു